അസ്സലാമു അലൈക്കും. അപ്പോൾ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമ്മൾ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോ ഇൻഫർമേഷനും സ്പൈസസിൽ തന്നെ ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോഴും അതിനെ ഡെപ്തിൽ ഓരോ ദിവസവും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അത് ബൈ വിക്കിപീഡിയ ആയിക്കോട്ടെ, ബൈ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, വേറെ ആൾക്കാർ പറഞ്ഞ് വീഡിയോസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ആൾക്കാർ ഷെയർ ചെയ്യുന്ന ആയിക്കോട്ടെ, അങ്ങനെ നമ്മൾ ഡെപ്തിൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരു ഇൻഫർമേഷൻ പുതിയതിൽ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ രസകരമായിട്ടുള്ള ഇൻഫർമേഷൻ കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ തോന്നിയത്. അതായത് ഞാൻ അങ്ങനെ ചിന്തിച്ചു, അതായത് സ്പൈസസ് ഇല്ലെങ്കിൽ, അതായത് മസാല, മല്ലി, മുളക്, മഞ്ഞൾ, കുരുമുളക്, ഇതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. എന്തായാലും 100% ഉറപ്പല്ല ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ എങ്ങനെ ചിന്തിച്ചു, അപ്പൊ ഇതിനു മുമ്പ് ഈ ആൾക്കാരൊക്കെ എങ്ങനെ ആയിരിക്കണം ഈ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടാവും? മസേരും പുളിയൊന്നും ഇല്ലാണ്ട് എങ്ങനെയാണ് ഇപ്പൊ ഇത് കഴിക്കാൻ പറ്റുന്നത്? എങ്ങനെ ഇത് കഴിച്ചിട്ടുണ്ടാവും? അങ്ങനെ എന്റെ ചിന്തയില്ല. അപ്പൊ ഞാൻ ഇവിടെ നമ്മളൊരു കസ്റ്റമർ ഉണ്ട്, ഖത്തറിയാണ്. അപ്പൊ ഞാൻ ആളോട് ചോദിച്ച്, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഈ സ്പൈസസ് ഒക്കെ എത്തുന്ന മുമ്പ്? നമ്മുടെ നാട്ടിലെ കാര്യം എങ്ങനെ എനിക്കറിയില്ല. നമ്മുടെ നാട്ടിലെ ഒരു പക്ഷേ ഇവിടത്തേക്കാളും മുമ്പ് നമ്മുടെ നാട്ടിൽ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഇവിടെ ഞാൻ ചോദിച്ചവരോട്, എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ സ്പൈസസ് ഇല്ലാത്തൊരു സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് ഈ ഫുഡൊക്കെ, ആൾ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളതാണ്, അപ്പൊ എങ്ങനെയാണ് കഴിച്ചിരുന്നത്? അപ്പൊ ആള് ആൻസർ എന്തായിരുന്നു വെച്ചാല്, ഫിഷ് ആയിക്കോട്ടെ, ചിക്കൻ ആയിക്കോട്ടെ, മീറ്റ് ആയിക്കോട്ടെ, എന്തായാലും ഇവര് ആ കടലില് കിട്ടുന്ന ഉപ്പും നാരങ്ങ ചേർത്തിട്ടാണ് ഇവർ കഴിച്ചിരുന്നതെന്ന് പറഞ്ഞത്. അതായത് അതിന്റെ റോ ടേസ്റ്റ്, അതാണ് ഏറ്റവും വലിയ ടേസ്റ്റ്. ഈ സ്പൈസസ് ഒക്കെ യൂസ് ചെയ്യുന്നതിനേക്കാളും ഭയങ്കര രസമുള്ള ടേസ്റ്റ് ആള് പറഞ്ഞു. ഞാൻ എന്താ അങ്ങനെ കഴിച്ചിട്ടില്ല. നിങ്ങളൊക്കെ കഴിച്ചവരാണെങ്കിൽ നമ്മളെ വീഡിയോസിൽ കമന്റ് ചെയ്യുക. അങ്ങനെ റോ ടേസ്റ്റിൽ നിങ്ങൾ കഴിച്ചാണെങ്കിൽ, നാരങ്ങ ഉപ്പ് മാത്രം ഇട്ടിട്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കമന്റ്സിൽ അറിയിക്കുക. ഓക്കെ, ഒരു രസകരമായിട്ടുള്ള ഇൻഫർമേഷനാണ് തോന്നി, അതുകൊണ്ട് ഷെയർ ചെയ്യുന്നത്. താങ്ക് യു.